എന്താ ആളാകെ ഒന്ന് ബിസി ആയ പോലെ ഉണ്ടല്ലോ? ഏയ് അങ്ങനെയൊന്നുമില്ല. അല്ല, ഇന്നെന്തോ ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇവിടുന്ന് പോയേ? ആരുമായിട്ടാ? ഒരല്പം കൂടെ സമയം വേണം. മനസ്സിലായില്ല. അല്ല, ആരുമായിട്ടാണ് മീറ്റിംഗ് എന്ന് അറിയിക്കാനുള്ള സമയം ആയിട്ടില്ല. അതെന്ത് മീറ്റിംഗ് അപ്പം? ആ അങ്ങനെയൊക്കെ ഉണ്ട്. എന്താ മോനെ, ഒരു ചുറ്റിക്കളിയുടെ ലക്ഷണമൊക്കെ ഉണ്ടല്ലോ. ഒരു പ്രേമപ്പനിയുടെ ചൂടുണ്ടോ തലയ്ക്ക്? ആണോടാ? അങ്ങനെ ചോദിച്ചാ അങ്ങനൊന്നും ഇല്ല. അപ്പൊ അത് തന്നെ. എന്റെ കർത്താവേ, ഏതെങ്കിലും ഒരുത്തി കയറി പ്രേമിച്ചെങ്കിലും ഇവന്റെ കല്യാണം ഒന്ന് നടക്കണേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളതല്ലേ. ഇവനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണേ. ആളാരാ? വരട്ടെ. ഒരു മിനിറ്റ്. ദേ, പറയാൻ സമയമാകുമ്പോ പറഞ്ഞാ മതി. നടക്കട്ടെ നടക്കട്ടെ. പോടി. ഹലോ. ഭയങ്കര ബിസിയാണെന്ന് തോന്നുന്നല്ലോ. റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ഞാനൊരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കായിരുന്നു. ഫ്രണ്ട് എന്ന് പറയുമ്പോ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ? ജസ്റ്റ് ഫ്രണ്ട്, അത്രേ ഉള്ളൂ. പണ്ട് കോളേജ് വെച്ചിട്ടുള്ള പരിചയമാ. ഓക്കെ ഓക്കെ. ഫ്രണ്ടിന്റെ പേരെന്താ? വെറുതെ ഒന്ന് അറിയാനാ. വേണ്ട, എന്നോട് പറയാൻ മടിയാണെങ്കിൽ വേണ്ട, ഞാൻ ചോദിച്ചിട്ടില്ല. തന്നോട് പറയാൻ മടിയോ? എനിക്ക് എന്തും തുറന്നു പറയാൻ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് താനാ. തള്ളുമ്പോ കുറച്ചൊരു മയത്തിലൊക്കെ തള്ളാൻ ശ്രമിച്ചാ കൊള്ളാം. വേണ്ട, തനിക്ക് ഞാൻ പറയുന്ന വിശ്വാസമില്ലല്ലേ? ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാ. എനിക്കിതുപോലെ തമാശ പറയാൻ ഒറ്റ ആളല്ലേ ഉള്ളു ഗിവനേട്ടാ. അല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. ഫ്രണ്ടിന്റെ പേര്? ഇസബെല്ല. ഇസബെല്ല, നല്ല പേര്. അല്ല, എവിടെയോ കേട്ടതുപോലെ. അത് ഞങ്ങളുടെ കൂടെ കോളേജിൽ പഠിച്ചതാ. ആ, മനസ്സിലായി. എന്റെ കമ്പനിയിൽ ഷെയറും ഉണ്ട്. ഓ, അതായിക്കോട്ടെ. അതിനപ്പുറമുള്ള കമ്പനിയൊന്നും വേണ്ട. അമ്മ വിളിക്കുന്നു, പിന്നെ സംസാരിക്കാമേ. ആ ശരി. എന്താമ്മേ? ആരോടടി നീ സംസാരിക്കുന്നേ? ഇങ്ങനെ വഴക്ക് പറയുന്ന പോലെ ചോദിച്ചാ പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും പറയാം, എന്റെ ഫ്രണ്ടിനോട്. ആരടിയാ ഫ്രണ്ട്? അത് തൽക്കാലം ഞാനും എന്റെ ഫ്രണ്ട് മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെയാണോ? എങ്കിലേ നീ ആ ഫ്രണ്ടിന്റെ കൂടെ അങ്ങ് പോടി. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് നാശം, അത് മറക്കണ്ട നീ. ഞാൻ വേലി ചാടുന്ന പശുവൊന്നും അല്ല. മറ്റുള്ളവരുടെ അവകാശങ്ങൾ അംഗീകരിക്കാതിരിക്കുമ്പോഴാ ഞാൻ വേലി ചാടുന്നവളാവുന്നേ. വാസ്തവത്തിൽ വേലി ചാടുന്നത് നിങ്ങളാ. എന്താടി നീ പറഞ്ഞേ? നിന്നെ ഞാൻ... അമ്മ എന്താ നിർത്തിക്കളഞ്ഞേ? അമ്മ തല്ലിക്കോ? സന്തോഷത്തോടെ തന്നെ ഞാനത് കൊള്ളും. അതെനിക്കൊരു സന്തോഷം കൂടിയാണ്. അതിനമ്മയ്ക്ക് വേണമെങ്കിൽ അധികാരം ഉണ്ടെന്നും പറയാം. പക്ഷെ എന്റെ ഇഷ്ടങ്ങളെ തൊട്ട് കളിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല.